പാത്രം കഴുകിക്കൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നു. എന്തുകൊണ്ട് നിങ്ങളെ പൂനെ കാണിച്ചൂടാ എന്ന്. അങ്ങനെ കുറെ ഇരുന്നും കിടന്നും മലർന്നും തപ്പിയും അവസാനം ഒരു സ്ഥലം കിട്ടി. എന്നെ നമുക്ക് അവിടെ പോയാലോ? അതിനു മുന്നേ ഹേ buddies, വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗദർ. ഇതെന്താ കാടോ? പൂനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്കാണോ കൊണ്ടുവന്നേ? ഇതെന്താ ടൈപ്പ് കാടല്ല പറയാം. പെട്ടെന്ന് നമുക്ക് സിറ്റി കണ്ടു മടുക്കുമ്പോൾ കുറച്ച് പ്രകൃതിയായിട്ടൊന്ന് ഇരിക്കണം എന്ന് തോന്നിയ ദൂരെ എവിടെയും പോകണ്ട, ഈ സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കുട്ടിക്കാട്. നമ്മളിപ്പോൾ ഉള്ളത് കൊറിഗാവ് പാർക്ക് എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിന്റെ പേര് ഓഷോ തീർത്ത് പാർക്ക് എന്നാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഓഷോ ഗാർഡനിലെ ഒരു കാലത്ത് ഇങ്ങനെ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നില്ല. മുൻപ് ഇവിടെ അഴുക്ക് വെള്ളവും വേസ്റ്റും ഒക്കെ നിറഞ്ഞ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഓഷോ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ശൂന്യ ഫൗണ്ടേഷനുമായിട്ടുള്ള ഒരു കൊലാബറേഷനിലാണ് ഈ ഏരിയ റീസ്റ്റോർ ചെയ്ത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം അവിടെ ഒരു തോടുണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി അതിനുശേഷം ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് കൂടെ വാക്കിംഗ് പാത്സും പിന്നെ ചെറിയ ബ്രിഡ്ജസും ഉണ്ടാക്കി. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലം ആകെ മാറി. ഇന്ന് കൊറിഗാവ് പാർക്കിലെ ഏറ്റവും പീസ്ഫുള്ളും ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഓഷോ ഗാർഡൻ. ഇപ്പൊ കണ്ട വിശ്വസിക്കാൻ തന്നെ പറ്റില്ല ഒരു കാലത്ത് ഇതൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിയോബ്രമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. അതെന്താന്ന് ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. അതിനു മുമ്പ് ഞങ്ങൾ കുറെ നടന്ന് ദൂരെ ഒരു കട കണ്ടു. ചേട്ടൻ അത് ചെടി കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അവിടെ കൂടി ഒന്ന് പോയി നോക്കാം എന്ന് വെച്ച് ഞങ്ങൾ അവിടെ കയറി. എന്ത് രസത്തിൽ അവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. കാണുമ്പോൾ തന്നെ എടുത്തിട്ട് പോരാൻ തോന്നും, അത്ര ഭംഗിയിൽ അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. 3 നിലയുണ്ട് ഇവിടെ. ഏറ്റവും മുകളിൽ കഫേ ഉണ്ട്. ഈ ഒരു ആംബിയൻസിൽ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരിക്കാം. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ നിന്നൊരു ചെടിയൊക്കെ മേടിച്ച് എന്നിട്ട് ഞങ്ങൾ തിയോബ്രമയ്ക്കുള്ള നടത്തം അങ്ങനെ അങ്ങോട്ട് തുടർന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ തിയോബ്രമ. നല്ല അടിപൊളി കേക്ക്സ് കിട്ടും ഇവിടെ. ഒരു കഷ്ണം കേക്ക് കഴിക്കാതെ എന്താഘോഷം. അങ്ങനെ അവിടെ നിന്ന് ഒരു ന്യൂയോർക്ക് ചീസ് കേക്കും പിന്നെ ഒരു വായക്കൊള്ളാത്തൊരു പേരുമുള്ളൊരു സ്നാക്കും കഴിച്ച് അവിടെ നിറങ്ങി തൊട്ടടുത്ത ഫാർമസിയിൽ കയറി മോരങ്ങോട് കുടിച്ചു. പണ്ടത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂനെയിലെ ഫാർമസി കുറച്ച് ഡിഫറെന്റ് ആണ് എന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ ഈ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ വീണ്ടും ഞങ്ങളെ നടത്തങ്ങ് തുടർന്നിരിക്കുന്നു. അങ്ങനെ ഏതോ ഒരറ്റത്ത് പാർക്ക് ചെയ്ത വണ്ടി ഞങ്ങൾ നടന്നെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ യാത്ര ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. കൊറിഗാവ് പാർക്ക് എന്ന സ്ഥലം നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല. ഇവിടെ റിച്ച് പീപ്പിൾസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാളൊക്കെ വേണ്ടേ. ഇവിടുത്തെ റിച്ച് പീപ്പിൾസിന്റെ മാളിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകാൻ പോണത്. മാളിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. മാളിന്റെ പേരാണ് കോപ്പ മാൾ. അതെന്താണോ അങ്ങനെ ഒരു പേരിട്ടത്? ചിലപ്പോൾ അവരുടെ ഭാഷ എന്നത് ഉഗ്രം വല്ല പേരായിരിക്കും. എനിവേസ് നമുക്ക് ഈ മാൾ ഒരു സിനിമാറ്റിക് വ്യൂയിലൂടെ ഒന്ന് കണ്ടാലോ. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം ഞങ്ങളുടെ കണ്ണുടക്കിയത് പോളേട്ടന്റെ കടയിലായിരുന്നു. ഇത് പോളേട്ടൻ ഒരു അതിശോക്തി പറഞ്ഞതാണ്, അതീ പിടിച്ച് കയറല്ലേ. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, അവിടെ ചെന്നപ്പോൾ ഒരു കേക്ക് കൂടി കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ പൊട്ടി മുളച്ചു. എങ്കിലും അവിടെ ഇരുന്ന് മെനു കാർഡ് കിട്ടിയപ്പോൾ ഓരോ പേജ് മറയ്ക്കും തോറും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഒരു ബർഗർ 50-50 അടിക്കാം എന്ന ധാരണയിലെത്തി. നല്ല അടിപൊളി സോഫ്റ്റ് ബർഗർ. സത്യം പറഞ്ഞ പാറ്റിയേക്കാൾ എനിക്ക് ബർഗർ ബണ്ണാണ് ഇഷ്ടമായത്. ആദ്യമായിട്ട് ആ ബർഗറിന്റെ ബണ്ണിനോട് എനിക്ക് ഇത്രയും പ്രേമം തോന്നുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രോഡ്വേ എന്ന ഷോപ്പിലാണ് കയറിയത്. ഇവിടെ ഈ കട ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. മുന്നേ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെച്ച രീതിയും ഷൂസൊക്കെ വെച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ചെന്നപ്പോൾ ട്വിങ്കിൾ എഡിഷന്റെ ടീഷർട്ട് അവിടെ കണ്ടു. ഞാനൊരു ശുപ്പാണ്ടി ഫാൻ ആയതുകൊണ്ട് തന്നെ ഇട്ട് നോക്കാന്ന് വിചാരിച്ച് ട്രയൽ റൂമിൽ കയറിയപ്പോൾ ട്രയൽ റൂം കാണാൻ എന്തൊരു ഭംഗിയാ. ഉള്ളിൽ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ട്രയൽ റൂം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നിൽക്കായിരുന്നു.
അപ്പോൾ കമ്മിങ് ടു ദ ടീഷർട്ട്, ഇട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ടീഷർട്ട് വീട്ടിലിടുന്ന ഒരു ടീഷർട്ട് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര കാശ് എടുത്തിട്ട് മേടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് മേടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും മുകളിലാട്ടോ പോയത്. അവിടെ സിനിമ തിയേറ്റർ ഉണ്ട്, പിന്നെ ഹാംലീസ് ഉണ്ട്, അവരുടെ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി നടന്നപ്പോൾ സ്യൂഡൻ എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടു. കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെ ഉള്ളതല്ലാതെ, അതുകൊണ്ടല്ലോ സ്യൂഡൻ എന്ന് പേര് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാട്ടോ അവിടെ ഉള്ളതൊക്കെ. അത് കഴിഞ്ഞ് PVR ഒക്കെയാണ് ഞങ്ങൾ നേരെ പോയത്. പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ലക്ഷറി ഫീലാണ്. ലക്ഷറി ഫീൽ ആവണല്ലോ, കാരണം പണക്കാരുടെ മാളാണല്ലോ ഇത്. മുകളിലൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് H&Mലേക്കാണ്. ഇവിടുത്തെ കളക്ഷന് വല്ല മാറ്റം ഉണ്ടോന്ന് നോക്കണ്ടേ, അല്ലാണ്ട് പേടിക്കാനൊന്നല്ല കേട്ടോ. ഇവിടുത്തെ ട്രയൽ റൂം കാണാനും നല്ല ഭംഗിയാണ്. ഞാൻ എല്ലാം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കാരണം നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ അകത്ത് കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ട്രയൽ റൂമിൽ കയറി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരെന്നെ തല്ലും. അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടുത്തെ ട്രയൽ റൂം ബാക്കിയുള്ള H&M സ്റ്റോർ പോലെയല്ല, പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ട്രയൽ റൂം ഉള്ളത്. അങ്ങനെ ഓരോ ടോപ്പും ഞാൻ ഇട്ട് നോക്കി. എടുക്കണം വെച്ച് പോയതൊന്നും അല്ല, പക്ഷെ ഞാനൊരു ടോപ്പ് എടുത്തു. ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യും, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഏതാ മേടിച്ചെന്നുള്ളത് ഞാൻ യൂട്യൂബ് ഷോർട്സ് ആക്കി ഇടാം. അങ്ങനെ ഷോപ്പിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബൈ.